പ്രിയമുള്ളവരെ, നമുക്കിന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രകൃതി, പരിസ്ഥിതി, കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള, പ്രകടിപ്പിക്കുന്ന ഒരാളാണ് വന്നു ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. സാറിൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ടോമി രത്നം. ടോമി രത്നം. ടോമി രത്നം നമ്മുടെ രത്നം പിള്ളയുടെ മകനാണ്. ഇളയ മകൻ. രത്നം ഐവൻ രത്നത്തിൻ്റെ അനിയൻ. ഐവൻ രത്നത്തിൻ്റെ അനിയനാണ്. അതെ അതെ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സാറിൻ്റെ വൈഫാണ് പിന്നെ ഡെന്റിസ്റ്റ് ഡെന്റൽ ക്ലിനിക് അമല ഡെന്റൽ. അത് ശരി. അവിടെ തന്നെ അല്ലേ ഒരു ഗാർമെന്റ്സിന്റെ സ്റ്റെല്ല സൂമൺ എന്ന് പറഞ്ഞൊരു സ്റ്റെല്ല സൂമൺ. അതുകൊണ്ട് ഓക്കെ. ഇത്രയും മതി, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കൂടുതലും തേടിപ്പോകുന്നത് ഇവരാരും നാട്ടുകാരും പലരും അറിയാത്ത ഒരു മേഖലയിലേക്കാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടുപേരും കൂടി പുന്നപ്രയിലുള്ള ആ ഒരു കേന്ദ്രത്തിലേക്ക് പോകാനിടയായി. ഞാൻ അമ്പരന്ന് പോയി. പുന്നപ്ര കടൽ തീരത്ത് ഏതാണ്ട് തീരപ്രദേശമാണത്. ആ സ്ഥലത്താണ് ഏതാണ്ടൊരു വനത്തിലേക്ക് പോകുന്ന ഒരു പ്രതീതി ജനിപ്പിക്കുമാറ് വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം എന്തോരം വൃക്ഷങ്ങളുണ്ടാവും അവിടെ? ഒരു 3 ഏക്കറോളം സ്ഥലത്താണ്. 3 ഏക്കറുണ്ട്. അത്രയും സ്ഥലത്താണ് വൃക്ഷം നട്ടത്. അത് പാരമ്പര്യമായിട്ട് ഞാൻ 9ാമത്തെ തലമുറയാണ് അവിടെ താമസിക്കുന്നത്. 9ാം തലമുറയാണ്. അതെ അതെ. ഇപ്പൊ 9 തലമുറ മുമ്പ് ഉണ്ടായിരുന്ന അവര് നട്ട വൃക്ഷങ്ങൾ ഇപ്പോഴും ഉണ്ടാവും. ഒന്നും കളഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. തെങ്ങുകൾ ഉണ്ടായിരുന്നു. പിന്നെ തെങ്ങുകൾ രോഗം വന്ന് കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും. തെങ്ങുകൾ പോകും. പക്ഷെ ഞാൻ കണ്ടത് അവിടെ അധികം തെങ്ങ് കൃഷി കുറവാണ്. അങ്ങനെ പൊതുവേ ഇല്ല. മറ്റു വൃക്ഷങ്ങളാണ് കൂടുതലുള്ളത്. ശരിയാ. ഒരു 150 വർഷത്തിന് മേലിൽ പഴക്കമുള്ള ഒരു പുളിമരം അവിടെ ഉണ്ട്. പുളിമരം. അത് ശരി. ഞാൻ ഫ്രാൻസിസ് എന്നാണ് ആ മരത്തിന് പേരിട്ടിരിക്കുന്നത്. ഞാൻ അതും കേട്ടു. നമ്മുടെ അവിടെയുള്ള മരങ്ങൾക്കൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിസ് എന്നാണ് മരത്തിന്റെ പേര്, പുളിമരത്തിന്റെ പേര്. അങ്ങനെ വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും മരത്തിന് പേരിട്ടിട്ടുണ്ടോ? ഗാന്ധിയുടെ പേരിട്ട മരമുണ്ട്. ഗാന്ധിയുടെ പേരിൽ മരമുണ്ട്. പിന്നെ മദർ തെരേസ ഉണ്ട്. ടാഗോറുണ്ട്. ഗ്രേറ്റ്, വണ്ടർഫുൾ. അങ്ങനെ അത് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഇങ്ങനെ കൃഷിക്കാര് അവർ വളർത്തുന്ന പിന്നെ ഈ വൃക്ഷങ്ങൾക്ക് പേരിട്ട് കൊടുക്കുന്നതെന്നാണ്. എനിക്ക് തോന്നുന്നത് അത് ആരെങ്കിലും ഇൻസ്പയർ ചെയ്തതാണോ? ഫാദർ ബോബി ജോസ് കട്ടിയാട്, അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ ഉണ്ട്. ബോബി ജോസിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലേ? അദ്ദേഹം ഈ ഫ്രാൻസിനെ പറ്റി എപ്പോഴും പറയുമായിരുന്നു. അതെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇതുപോലെ പരിസ്ഥിതി പ്രകൃതി സംരക്ഷണാർത്ഥം ജീവിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ബോബി അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? അത് കൊള്ളാം. നല്ല കാര്യം, നല്ല കാര്യം. പുള്ളിക്കാരനെ ഈ വൃക്ഷങ്ങളോട് സംസാരിക്കുമായിരുന്നെന്നാ പറയുന്നത്. മരങ്ങളോട് സംസാരിക്കുമായിരുന്നു, മത്സ്യത്തോട് സംസാരിക്കുമായിരുന്നു, അങ്ങനെ പ്രകൃതിയിലുള്ള എന്തിനോട് സംസാരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ആളാണ്. അപ്പൊ സാറിനും അങ്ങനെ ചെയ്യാം. ഇനി ഈ പേരിട്ട മാത്രം പോരാ, ഈ വല്ലപ്പോഴൊക്കെ അടുത്ത് പോയി സംസാരിക്കണം. ഞാൻ അതേക്കുറിച്ച് ശാസ്ത്രീയമായി പോലും എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് വൃക്ഷങ്ങളുടെ അടുത്ത് സ്ഥിരമായിട്ട് ചെന്ന് ആ വൃക്ഷത്തെ സ്തുതിച്ചും പുകഴ്ത്തിയും സംസാരിക്കുകയാണെങ്കിലേ അത് നന്നായിട്ട് വളർന്നു വരുമെന്നാ പറഞ്ഞത്. ഞാൻ കുറച്ച് കേട്ട് കഴിയുമ്പോൾ അത് സ്വന്തം അവിടെ ചെന്നിട്ട് മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയാണെങ്കിൽ ആ മരം ഉരുണ്ടുപടിച്ച് വീഴുമെന്ന് അങ്ങനെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്. ഓക്കെ. അവിടെ ഈ പിന്നെ പലതരം വൃക്ഷങ്ങൾ ഇങ്ങനെ നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് എല്ലാം. ഇതിന് ഒരുപാട് പൈസ വല്ലതും ചെലവഴിക്കേണ്ടി വന്നു? അതോ സാധാരണ എവിടുന്ന് കിട്ടി ഈ വൃക്ഷങ്ങളൊക്കെ? ഞാൻ സോഷ്യൽ ഫോറസ്റ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് വാങ്ങിച്ച മരങ്ങളുണ്ട്. നട്ട് കഴിഞ്ഞ് ഞങ്ങളോട് ജോസി എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പഴയ ഒരു കൂട്ടുകാരനുണ്ട്. ജോസി ആ ഏരിയയിൽ ഏറ്റവും നല്ല കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ജോസിയാണ് ഈ മരങ്ങളൊരു 90% നട്ട് തന്നത്.
രാത്രി 8 മണി 9 മണി വരെ നിന്ന് ജോസി നട്ടതുണ്ട്. അതിന് ഞാൻ വൈകുന്നേരങ്ങളിലായിരിക്കും ഓഫീസ് കഴിഞ്ഞ് വന്ന് മരങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ജോസി ടോർച്ച് അടിച്ച് അങ്ങനെ രാത്രിയൊക്കെ നട്ടിട്ടാ പോകുന്നത്. പിന്നെ ഒരു ശിവൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ശിവൻ ചേട്ടനാണ് ഈ വേനൽക്കാലത്ത് മരങ്ങൾ നനച്ച് തന്നിരുന്നത്. 3 വർഷം അടുപ്പിച്ച് നനയ്ക്കുമായിരുന്നു മുഴുവൻ മരങ്ങളെ. എല്ലാ വർഷവും കൺസിസ്റ്റന്റ് ആയിട്ട് 1000 മരം വീതം നടുവായിരുന്നു. 1000 മരം എല്ലാ വർഷം നടുവായിരുന്നു. അടുപ്പിച്ച് 6 വർഷത്തോളം. ഇപ്പൊ ഏകദേശം എത്ര മരങ്ങളുണ്ട് അവിടെ? കൗണ്ട് ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് ആയിരങ്ങളുണ്ട്. അത് കൊള്ളാം ഏതായാലും. അല്ല അതെ, അത് ശരിയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴേ നമ്മൾ ശരിക്കും ഒരു വനത്തിലൂടെ നടക്കുന്ന പ്രതീതിയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രദേശത്തുള്ള ആർക്കും ഇങ്ങനെ ഒരു വനം ഇങ്ങനെ ഒരാൾ വളർത്തിയെടുത്ത് നിർത്തിയിട്ടുണ്ടെന്ന് അറിയില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ അവിടെ വരുമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ മരത്തിന്റെ ഇടയിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പാകത്തിൽ ആളുകൾക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? അത് ഇപ്പോഴും ഓപ്പൺ ആക്കിയിട്ടില്ല. ആർക്ക് വേണമെങ്കിലും വന്നാൽ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്, അവർ കടന്നു പോകാവുന്നതാണ്. ഞാൻ അത് പറയാൻ കാരണം ദയാൽ സാർ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ദയാൽ സാറിന്റെ വീട്ടിൽ നമുക്ക് ചെല്ലണം. പിന്നെ ഇവിടെ മുഹമ്മയിലുള്ള ദയാൽ സാറിന്റെ വീട്ടിൽ ചെന്നാലും ഇതുപോലെ മരങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റുമുണ്ട്. അപ്പൊ ഒരുപാട് പേർക്ക് അവിടെ ചെന്ന് അതൊക്കെ കാണുകയും അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്ന അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ മരങ്ങൾ ടോമി സാറിന്റെ വീട്ടിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു പറ്റുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ അതിലെ കൂടി ആളുകൾക്ക് പോകാനും കാണാനും അത് മൊത്തത്തിലൊരു പ്രകൃതി സംരക്ഷണത്തിന് ഒരു ഇൻസ്പിറേഷൻ ആകും. അങ്ങനെ ഒന്ന് നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒന്ന് ആലോചിക്കാവുന്നതാണ്. നല്ല അന്തരീക്ഷമാണ്, വളരെ കൂളിംഗ് ആണ്. അതിനകത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാരണവശാലും വിയർക്കുകയോ ഒന്നും ചെയ്യത്തില്ല. വളരെ കൂളിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. പിന്നെ ഞാൻ കണ്ട ഒരു കാര്യം, ഈ അവിടെ നിറയെ ഇലകളാണല്ലോ, ആ ഇലകളൊന്നും കത്തിച്ച് കളയത്തില്ല. കളയില്ല, അവിടെ തന്നെ കിടന്ന് ഡീകമ്പോസ് ചെയ്ത് പോകായിരുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ആ തറയിൽ ഏതോണ്ട് വിരിച്ചിട്ടുണ്ടല്ലോ, എന്തോ അത് സൈഡിൽ കൂടെ ഈ നമ്മളെ ഇടയ്ക്ക് പുല്ലൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് നടക്കാനുള്ള സൗകര്യത്തിന് ഒരു മൾച്ചിങ് ഷീറ്റ് പോലെ ഒരു ബോർഡറിൽ മാത്രം ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ബോർഡറിൽ കൂടെ നമ്മൾ നടന്നിങ്ങനെ കംപ്ലീറ്റ് ബോർഡർ കവർ ചെയ്ത്. അത് ശരി. ഈ സാറിന് ഇത് ഇത്രയും വൃക്ഷങ്ങളൊക്കെ വളർത്തുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്ത വിവരം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് എനിക്കറിയാവുന്നത്രയും ഒരു വനമിത്ര അവാർഡ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഇതുപോലെ വൃക്ഷങ്ങളൊക്കെ വളർത്തുന്ന ആളുകളെ കണ്ടെത്തി കൊടുക്കാറുണ്ട്, വനമിത്ര അവാർഡ്. അത് സർക്കാരിൻ്റെയാണ് അങ്ങനെ. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വിവരം ആരും അറിഞ്ഞിട്ടില്ല. അതാണ് അങ്ങനെ അവർ തിരക്കി വരാതിരുന്നതെന്ന് തോന്നുന്നു. ഏതായാലും അല്ല, ഇത് അത്ഭുതകരമാണ്. എനിക്കിതിനകത്ത് സന്തോഷം തോന്നുന്നത് ഇത് തീരപ്രദേശമാണ്. അവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പണ്ട് കൊച്ചച്ഛനായിരുന്ന സമയത്ത് കടൽ തീരത്ത് വൃക്ഷങ്ങൾ നടുന്നതിനെ കുറിച്ച് പള്ളികളിലൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ആൾക്കാർ പറഞ്ഞു ഇതൊരു കടൽ തീരമാണ്, ചൊരിമണലാണ്, ഒന്നും വളരില്ല എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പറയും നിങ്ങൾ പരിശ്രമിച്ച് നോക്കെന്നൊക്കെ പറയും. കാരണം നമ്മൾ വളർത്തി നോക്കിയിട്ടില്ലാത്തത് കൊണ്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാനങ്ങനെ പറയുമായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി കടൽ തീരത്ത് ഏത് വൃക്ഷവും വളരും, വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ കാണുന്ന ആ ഒരു കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും കടൽ തീരമാണെന്ന് തോന്നത്തില്ലല്ലോ. അതൊരു വനഭൂമിയാണെന്നേ തോന്നുള്ളൂ. അതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ദിസ് ഈസ് പോസിബിൾ. ഇതൊക്കെ തന്നെയല്ലേ മാരാരി ബീച്ചുകാരും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഞാൻ പള്ളിയിൽ പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു വാർത്ത അറിഞ്ഞായിരുന്നു. പള്ളിത്തോടെന്ന് പറയുന്ന പ്രദേശത്തെ അവിടുത്തെ പള്ളിയുടെ തൊട്ടടുത്ത് ഈ കനോസ കോൺവെന്റുകാർ ഒരു കോൺവെന്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചു. മുമ്പ് അവിടെ ഇല്ലായിരുന്നു. കോൺവെന്റ് വെച്ചതിനോട് തുടർന്ന് അവര് പ്ലാവും മാവും ഒക്കെ വെച്ച് പിടിപ്പിച്ചായിരുന്നു. അവിടെ പല ചക്കയൊക്കെ കിട്ടുമായിരുന്നു അവിടെ. അപ്പൊ കടൽ തീരത്താണതേ. അപ്പൊ ആളുകൾക്ക് അതൊരു മാതൃകയായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള മാതൃകകൾ തീർച്ചയായിട്ടും തീരദേശത്തിന് വളരെ വലിയ ഇൻസ്പിറേഷൻ കൊടുക്കുന്നതാണ് അതില്. അപ്പം ഇങ്ങനെയൊക്കെ ഞാനൊരു കാര്യം ഒന്നും കൂടി ചോദിക്കുന്നത്, ഇത്രയും ത്യാഗപൂർവ്വം ഇതിനെ സംരക്ഷിക്കാനും ഒക്കെയുള്ള സമയം കിട്ടുന്നുണ്ടോ? സമയമുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ആ സ്ഥലത്ത് പോയി വെറുതെ ഇരിക്കുന്നതാണ്.
അവിടെ പോയി വെറുതെ അതിനപ്പുറത്ത് ഒരു എൻജോയ്മെന്റും ഇല്ല എനിക്ക്. അത് ശരി. തീർച്ചയായിട്ടും അവിടെ പോയി വെറുതെ ഇരുന്നാൽ മതി. അത് അതെ, തന്നെ അതെ. വലിയൊരു നല്ല കൂളിക്കാൻ. അതെ. ഓക്കെ. അല്ല, ഈ അങ്ങനെ ഈ സമയം കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം സാർ വേറെ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. ഈ അതെ. ഇവിടെയൊക്കെ പിന്നെ ഗ്ലാസ് ഫാക്ടറിയിലൊക്കെ വർക്ക് എക്സ്ട്രാ ചെയ്തിരുന്നത് ക്ലാസ്സിലുണ്ടായിരുന്നു. എഞ്ചിനീയർ അല്ലേ അതെ. ബേസിക്കലി? അതെ, അതെ. ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. ഗ്ലാസ് ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു കട നടത്തുന്നുണ്ട് അല്ലേ? അതെ. ഇങ്ങനെയൊക്കെ ഒരുപാട് തരം കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇതും കൂടി അതെ. ചെയ്യുന്നത്. അതെ. വളരെ മാതൃകാപരമാണ് ഇത്. താങ്ക് യു ഫാദർ. തീർച്ചയായിട്ടും മാതൃകാപരമാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ്. ഇനി ഇക്കാര്യത്തിൽ സാറിന്റെ വൈഫോ മക്കളോ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നുണ്ടോ? അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടം. എന്റെ മോള് ഈ സെല്ലാസ് വുമൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് മോൾക്ക്. അപ്പൊ മോള് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഈ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ടാണ്. അപ്പൊ ഞാൻ പറയും, മോളെ ഇത് നമ്മള് എല്ലാം നല്ല അറേഞ്ച്ഡ് ഗാർഡനിലൊക്കെ അല്ലേ ഷൂട്ട് ചെയ്യുന്നത്, ഇതാ അങ്ങനെ. പക്ഷെ അവള് അതാ പ്രിഫർ ചെയ്യുന്നത്. ആ വീഡിയോയിൽ പുളിമരമൊക്കെ കാണാം. ആണല്ലേ? നമ്മുടെ ഈ 150 വർഷമുള്ള ഫ്രാൻസിനെ കാണാൻ പറ്റും. ഫ്രാൻസിസ് മരമൊക്കെ ഉണ്ടല്ലേ? ദാറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പോൾ വളരെ സന്തോഷം. ഞാൻ ശരിക്കും അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ ഉണ്ടെന്ന് കേട്ടിരുന്നു. സാറ് തന്നെയും ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു അവിടെ ഞാൻ വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ടെന്ന്. അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതൊരു അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഏതായാലും നമ്മളുടെ ഈ വീഡിയോ കാണുന്നവര് ഒരുപക്ഷെ സാറിൻ്റെ അടുത്ത് വരികയും ആ മരങ്ങളുമൊക്കെ കണ്ട് അതിലെ കൂടി ഒന്ന് നടന്നൊക്കെ പോയാൽ മാത്രം മതി. അവർക്കുമൊക്കെ ഇൻസ്പിറേഷൻ ആയിരിക്കും. അവരുമൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുമായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്കൊരു ചെറിയ സ്ഥലമേ ഉള്ളെങ്കിലും, വീടിനോട് ചേർന്ന ഒരു അല്പം സ്ഥലമേ ഉള്ളെങ്കിലും ഒരു ചുവട് പയർ വെച്ച് പിടിപ്പിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അതൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അത്യാവശ്യം അങ്ങനെയൊക്കെ എങ്കിലും ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ ഈ മണ്ണിനെയും മനുഷ്യരെയും ഒക്കെ ഒരുമിച്ച് കാണേണ്ടതും ഒക്കെ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിന്നെ ഈ ഭൂമിക്ക് പുറത്തല്ല, അകത്താണ്. ഭൂമിയുടെ ഭാഗമാണ് നമ്മളും. ഒരു മരവും ഒരു എറുമ്പും ഒരു പാറ്റയും പല്ലിയും നമ്മളും ഒന്നാണ്. ഒരേ പ്രതലത്തിൽ ഒരുപോലെ ജീവിക്കുന്ന ആളുകളാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ വൃക്ഷങ്ങളെ സ്നേഹിക്കും, നമ്മൾ പുഴകളെ ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു പ്രകൃതി സ്നേഹത്തിൻ്റെയും ഒക്കെ ഉള്ള നല്ല അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. സാറി ചെയ്യുന്നതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ഇത് കൂടുതൽ പേര് അറിയാനും കൂടുതൽ പ്രവർത്തനങ്ങൾ അവിടെ നടക്കാനും സാഹചര്യം ഒരുങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.